ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമ ഫൈനലി കണ്ടിരിക്കുകയാണ്. നമ്മുടെ മച്ചാൻ ഡോക്ടർ ആക്ടർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവ ഉള്ളത് കൊണ്ടാണ് ഈ സിനിമ കാണാമെന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ അഭിഷേക് പിള്ളയാണ് ഇത് റൈറ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. മാളികപ്പുരം എന്ന് പറഞ്ഞ സിനിമയുടെ റൈറ്റർ പുള്ളിയാണ്. പിന്നെ നമുക്ക് അർജുൻ അശോകനുണ്ട്, അപർണദാസ്, സംഗീതയുണ്ട്, നമ്മളെ പഴയ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ അഭിനയിച്ച പുള്ളിക്കാരിയുണ്ട്, മാധവ് നായർ, സൈജു കുറുപ്പ് ഗംഭീരമായിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. വെരി യൂഷ്വൽ ആണെങ്കിൽ പോലും പുള്ളിക്ക് നല്ല ഒരു ആദ്യം ഒരു ചൊറിയനാണെങ്കിലും പിന്നെ നല്ലൊരു മനുഷ്യനായി മാറുന്ന ഒരു ഗംഭീര ഒരു പോലീസ് ഓഫീസറായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. സിദ്ദിഖൊക്കെ ഉണ്ട്, ദയൻ ശ്രീനിവാസനുണ്ട്, അജു വർഗീസ് ഉണ്ട്. അവരൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. ആൻഡ് ദേ ഡിഡ് ദെയർ പാർട്ട് ഓൾസോ വെരി ഗുഡ്. എഡിറ്റഡ് ബൈ കിരൺ ദാസ്, മ്യൂസിക് ബൈ രഞ്ജിൻ രാജ്, പിന്നെ അങ്ങനെയൊക്കെ. വിഷ്ണു നാരായണനാണ് സിനിമാറ്റോഗ്രഫി. സിനിമ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ഡീസൻറ്റ് ത്രില്ലർ പടം. ഇറ്റ്സ് നോട്ട് നമ്മൾ ഭയങ്കരമായിട്ടൊരു വാവോ അല്ലെങ്കിൽ മറ്റേ തല പൊട്ടിത്തെറിക്കുക എന്ന പരിപാടിയോ അല്ലെങ്കിൽ മറ്റേ വായം തുളന്നിരിക്കുന്ന പരിപാടിയൊന്നുമല്ല. നല്ല ഒരു ത്രില്ലർ പടം. നമുക്ക് ബോറൊന്നും അടിക്കൂല. നല്ല രീതിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഹുക്കായിട്ട് ഇരുന്ന് കാണും. അതിൽ ആ ഒരു അമ്മേരെയും മോൻ്റെ ഒരു റിലേഷൻഷിപ്പൊക്കെ കാണിക്കുന്നത് അതൊക്കെ വളരെ അതാ പറയുന്നത്, ഭയങ്കര രസമായിട്ടുണ്ട്. ആ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. ഈ ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ അശോകൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. ഒരു പക്ക ഒരു ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും ഓരോരോ ക്ലൂസുകൾ കിട്ടുന്നതും അതിങ്ങനെ ഡെവലപ്പ് ആവുന്നതും അതാരാണെന്നുള്ളൊരു ആകാംക്ഷയൊക്കെ തരുന്നുണ്ട് സിനിമ. ആൻഡ് ബഷീർ നമ്മുടെ മച്ചാൻ ദ ഡോക്ടർ ആക്ടർ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. അവസാനത്തെ ഒരു സെല്യൂട്ടുണ്ട്. എനിക്ക് ആ ഒരു സീൻ ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് തോന്നിയാണ്. സൈജു കുറുപ്പ് ഒരു സാധനം പറഞ്ഞിട്ടൊരു സെല്യൂട്ട് അടിക്കും. ആ സീൻ ഒരു സീനായിരുന്നു കേട്ടോ. ഐ ഓൾസോ ഫെൽറ്റ് ആ ഒരു പുള്ളി ആ പറയുന്നൊരു സാധനമാണ്. അത് ഭയങ്കര രസമായിരുന്നു. അതാണ് ചില സാധനങ്ങളൊക്കെ ചില നടന്മാർ അത് ചെയ്യുമ്പം അതാണ് ഈ ഒരു സിനിമയെ നമ്മൾ എൻജോയ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും ചോദിക്കും സ്ഥിരം കണ്ട സാധനം തന്നെ ഇതിലിപ്പോൾ എന്താണ് പുതുമയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ദ വേ ദ മൂവി ഈസ് ബീൻ നറേറ്റിംഗ് ടു അസ്. ഈ സ്റ്റോറി പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ അതിനെ അഭിനയിക്കുന്ന അത് കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ പല ഫാക്ടേഴ്സാണ് ഒരു ഫിലിം നമ്മളിങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ചിലവർ പറയും ആ പടം മറ്റേ പടം പോലെയാണ് ഇരിക്കണത്, ഈ പടം മറ്റേ പടം പോലെയാണ് ഇരിക്കണത് എന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് ഡയറക്ടേഴ്സ് നമ്മൾ പോലും അറിയിക്കാതെ നമ്മളെ ആ സിനിമയിൽ ഉള്ളിലോട്ട് കയറ്റി നമ്മളെ എൻജോയ് ചെയ്ത് നമ്മളുടെ ടെൻഷനും നമ്മളുടെ സ്ട്രെസ്സും നമ്മൾ ആ ഒരു ലോകത്തോട്ടൊരു കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്ത് ഇരുത്തുന്നതാണ് ആ ഒരു കഴിവ്. നമ്മളെപ്പോഴും ഒരു മുത്തശ്ശി കഥ എന്തുകൊണ്ടാണ് നമ്മൾ അമ്മൂമ്മമാരടുത്ത് പോയിരുന്ന അങ്ങനെ കഥ കേൾക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിൽ മുത്തശ്ശി പറയുന്ന കഥയും ആ ലോകത്തിലുമായിട്ട് നമ്മൾ അങ്ങ് ഇത് ചെയ്യണം, അങ്ങോട്ടങ്ങ് പോവേണം. അതാണ് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഐ ഫീൽ ദിസ് മൂവി ഈസ് എ വെരി ഗുഡ് വാച്ച്. ഒരു ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി എടുക്കാം. ലൈക്ക് ഐ സെഡ് അഗെയിൻ ഐ എം മെൻഷനിങ് ഒരു ഭയങ്കര വാവ് അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ക്ലൈമാക്സ്, ഒരു വേറെ ലെവൽ ട്വിസ്റ്റ് അതൊന്നും പ്രതീക്ഷിക്കരുത്. ബട്ട് ഇറ്റ്സ് എ വെൽ മെയ്ഡ്, വെൽ ബാലൻസ്ഡ്, എല്ലാ രീതിയിലും വളരെ സ്മൂത്തായിട്ട് ഒരേ രീതിയിൽ പോകുന്ന ഒരു ഗംഭീര പടം. ഭയങ്കര ഒരു ഭയങ്കര ഹൈ മൂവ്മെൻറ്റ്, ഒരു ലോ മൂവ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. വളരെ ഒരു ലീനിയർ വേയിൽ പോകുന്ന ഒരു സിനിമയാണ്. ആൻഡ് ലവ് ദിസ് മൂവി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് ഡെഫിനറ്റ്ലി പറയുക. ബിക്കോസ് ഐ ലൈക്ഡ് ഇറ്റ്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണ്ടേ. ബൈ.